വെൽക്കം ബാക്ക്. നമ്മൾ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ലീനിയർ എസ് വി എം എന്താണ്, നോൺ ലീനിയർ എസ് വി എം, അതുപോലെ എങ്ങനെയാണ് എസ് വി എം സപ്പോർട്ട് വെക്റ്റർ മെഷീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഉദ്ദേശം അതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ, ഒരു എക്സാമ്പിളിലൂടെ അതിലെങ്ങനെയാണ് നമ്മൾ ഒരു മാക്സിമം മാർജിനിലുള്ള ഒരു ഹൈപ്പർ പ്ലെയിനെ സെലക്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ അതിൽ കുറേ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരാം. സോ നന്നായിട്ട് മനസ്സിലാക്കാം. നമുക്കറിയാം സപ്പോർട്ട് വെക്റ്റർ മെഷീൻ മെയിൻലി ലീനിയർ എസ് വി എമ്മിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ സെറ്റിന്, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ സെറ്റിനെ 2 ക്ലാസ്സസ് ആയിട്ട് നമുക്ക് തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അത് മാക്സിമം മാർജിനിലാവണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബി ഈസ് ഓൾസോ എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഈസ് ക്ലാസിഫൈങ് ദിസ് 2 ക്ലാസ്സസ്. ഇവിടെയും ഡിയും നമുക്ക് രണ്ടിനെയും നല്ല രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സെലക്ട് എ ഹൈപ്പർ പ്ലെയിൻ വിത്ത് എ മാക്സിമം മാർജിൻ. അപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് വെക്ടറുമായിട്ട്, അഥവാ ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ ഡാറ്റാ പോയിന്റുമായിട്ട്, 2 ക്ലാസ്സിൻ്റെയും ഡാറ്റാ പോയിന്റുമായിട്ട് ലൈൻ വരയ്ക്കുമ്പം അതിൽ മാക്സിമം ഡിസ്റ്റൻസ് വരുന്നതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഈ ഗ്യാപ്പും വെച്ച് നോക്കുമ്പോൾ ബി ഈസ് ദ പെർഫെക്റ്റ് വൺ അല്ലേ. അപ്പം നമ്മൾ ആ രീതിയിൽ എങ്ങനെ ഒരു ഹൈപ്പർ പ്ലെയിനിലേക്ക് എത്തും, അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടു ഫൈൻഡ് ദ ഹൈപ്പർ പ്ലെയിൻ നമ്മൾ മാത്തമെറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് പോലെ പോകുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെക്റ്റർ ആൾജിബ്രയുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് ഇതിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഹൈപ്പർ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വി ആർ ഗോയിങ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, എം എക്സ് പ്ലസ് ബി ഇസ് ഇറ്റ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ. സോ ഇൻ എൻ n ഡയമെൻഷണൽ സ്പേസ് എ ഹൈപ്പർ പ്ലെയിൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് W, that is W dot product, വെക്ടറിൽ വരുന്ന ഡോട്ട് പ്രൊഡക്റ്റ് ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ W എന്ന് പറഞ്ഞാൽ വെയ്റ്റ് വെക്റ്റർ നോർമൽ ടു ദ ഹൈപ്പർ പ്ലെയിൻ. ഓക്കെ, വെയ്റ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു ഡയറക്ഷൻ, ഓറിയൻറ്റേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ വേറൊരു വെക്റ്ററാണ് നമ്മുടെ വെയ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. എക്സ് ഇസ് ദ ഫീച്ചർ വെക്റ്റർ, ഇത് നമ്മുടെ ഡാറ്റാ സെറ്റിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ബി ഇസ് ദ ബയാസ് മീൻസ് ഓഫ്സെറ്റ് ഓഫ് ദ ഹൈപ്പർ പ്ലെയിൻ ഫ്രം ദ ഒറിജിൻ. ഓക്കെ, നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബയാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് മാത്രം ഇപ്പോൾ ഓർത്ത് വെക്കുക. നമ്മുടെ ഇക്വേഷൻ എന്താണ്, W x പ്ലസ് ബി ഈക്വൽ ടു 0. അപ്പോൾ അതിൽ വെക്റ്റർ കാൽക്കുലേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വെക്റ്റർ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നോർമലി വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഡയറക്ഷനും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെക്റ്റർ, ഇപ്പോൾ എക്സ് വൈ സെഡ് 3 ഡയറക്ഷനാണെന്ന് വിചാരിക്കും. ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ എക്സ് കോമ വൈ കോമ സെഡ് അതിൻ്റെ വെക്റ്റർ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒ ആൻഡ് ദിസ് പി ആണെങ്കിൽ നമ്മൾ ഈ വെക്റ്ററിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു എക്സും വൈയും മാത്രമാണെന്നുണ്ടെങ്കിൽ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. അപ്പം ഇങ്ങനെയാണ് ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെക്ടർ എന്ന് പറയാം. അപ്പം നമ്മൾ ഒരു വെയിറ്റ് പറയുകയാണ്, നമ്മുടെ വെയിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ടല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 53 കിലോഗ്രാം. അതുപോലെ നമ്മൾ വെക്ടർ എന്ന് പറയുമ്പം അതിനെന്തുണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, ഡയറക്ഷനും ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നത്ര ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ
റൈറ്റിലോട്ട് പോയി അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് പോയി എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അത്തരം പോയിന്റിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആ വെക്ടറിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ ഇതിലധികം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ 2 വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുള്ളൂ, 2,1 ആൻഡ് 3,2. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഹൈപ്പർ പ്ലെയിൻ്റെ ലെവലിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2,1 ഡോട്ട് പ്രൊഡക്റ്റ് 3,2 ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എക്സ് വാല്യൂസ് ഇൻറ്റു ചെയ്യുക 2 × 3 പ്ലസ് 1 × 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്, 6 + 3 9. ഓക്കെ, അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനൊക്കെ വരും, അത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ വെക്ടർ ആൽജിബ്രയുടെ ബേസിക്സ് ഒന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇപ്പം എന്താണ്, W വെക്ടർ ഡോട്ട് എക്സ് വെക്ടർ പ്ലസ് ബി ഈക്വൽ ടു 0. അപ്പം ഇതാണ് നമ്മുടെ ഹൈപ്പർ പ്ലെയിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്, 2 ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഡാറ്റാ സെറ്റിൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ടായിരിക്കും, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പാസ്സായ കുട്ടികൾ, ഫെയിലായ കുട്ടികൾ, യെസ് ഓർ നോ, അങ്ങനെയുള്ള ക്ലാസ്സസിലേക്ക് നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹൈപ്പർ പ്ലെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഹൈപ്പർ പ്ലെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് 1 എന്ന് പറയുന്നത്, ക്ലാസ് പോസിറ്റീവ് 1 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്, WX + B > or = 1, പോസിറ്റീവ് 1. ഇവിടെ -1ൻ്റെത് WX + B <= -1. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസ് ഡിഫൈൻസ് ദ ഡിസിഷൻ ബൗണ്ടറി. ഈ 2 ഇക്വേഷനും കൂടിയാണ് നമ്മളുടെ ഈ ഡിസിഷൻ ബൗണ്ടറി, ദാറ്റ് ഈസ് വെയ്റ്റ് വെക്ടർ ഇൻറ്റു എക്സ് വെക്ടർ പ്ലസ് വെയ്റ്റ് വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് എക്സ് വെക്ടർ പ്ലസ് ബി = 0 എന്നതിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. നമ്മൾ വെയ്റ്റ് വെക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, വെയ്റ്റ് വെക്ടർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഹൈപ്പർ പ്ലെയിൻ. നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് വെയ്റ്റ് വെക്ടർ. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതികളുണ്ട്. അതുപോലെ അതിൻ്റെ ഡയറക്ഷനാണ് വെയ്റ്റ് വെക്ടർ കൊണ്ട് നമുക്ക് കിട്ടുക. ഡസ് നോട്ട് സ്പെസിഫൈ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ദ ഹൈപ്പർ പ്ലെയിൻ. ഹൈപ്പർ പ്ലെയിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വെയ്റ്റ് വെക്ടർ കൊണ്ട് മാത്രം കാര്യമല്ല, നമുക്ക് ബയാസ് വേണം. ബയാസ് ആണ് അതിൻ്റെ എക്സാക്ട് പൊസിഷൻ മനസ്സിലാക്കി തരുന്നത്. സോ ഈ ബയാസും വെയ്റ്റ് വെക്ടറും കൂടെ നമുക്ക് കറക്റ്റായിട്ട് ഹൈപ്പർ പ്ലെയിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കിട്ടാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ വെയ്റ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് OP എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടർ ആണല്ലേ, ടോട്ടൽ ഡയറക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് OP എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഡിസ്റ്റൻസ്, നമ്മൾ ഒറിജിനിൽ നിന്നും അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒറിജിൻ്റെ പോയിന്റ് എന്താണ്, 0 0 0 ആണ് അല്ലേ. അപ്പോൾ XYZന് അതിൻ്റേതായിട്ടുള്ള പോയിന്റ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ഫോർമുല. 2 എക്സ് വാല്യൂസും തമ്മിൽ സ്ക്വയർ ചെയ്യുക മൈനസ് ചെയ്യുക, അങ്ങനെ ആ രീതിയിലാണ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് പോകുന്നത്. എന്താണ് അപ്പോൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, √ അപ്പം x1 - x2 ഏതായാലും കുഴപ്പമില്ല, ഇത് x1 ആക്കിയാലും ഇത് x2 ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ x1 y1, ഇതാണ് x1 y1 z1, ഇതാണ് നമ്മുടെ x2 y2 z2 എന്ന് വിചാരിക്കുക. അഥവാ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ x² - 0², ഒരു പോയിന്റിൻ്റെ എക്സ് വാല്യൂ, ഇവിടെ ഇതിൻ്റെ എക്സ് വാല്യൂ, പ്ലസ് y² - 0² പ്ലസ് z² - 0². ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, √x² പ്ലസ് y² പ്ലസ് z². ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്ടർ ഇമ്പാക്ട്സ് ദ മാർജിൻ ഓഫ് ദ ഹൈപ്പർ പ്ലെയിൻ. ഈ വെയ്റ്റ് വെക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പർ പ്ലെയിൻ, അതിൻ്റെ വെയ്റ്റ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ്റെ മാർജിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് മാക്സിമൈസ് ചെയ്യുക, ഇതിനെ മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ പ്ലെയിന് മോർ റോബസ്റ്റ് ആയിരിക്കും, അഥവാ മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. Okay, so the W is the distance of the point from the hyperplane is determined by the weight vector.
എന്ന് പറയാം ഡബ്ല്യുവിന്. അഥവാ നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ്റെ ഡയറക്ഷനും ഓറിയൻറ്റേഷനും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്, അഥവാ ഒരു വെക്ടർ ആയിരിക്കും. ഇപ്പോൾ എക്സും വൈയും ആണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2/3 1/3 എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെക്ടർ ആയിരിക്കും ഡബ്ല്യുവിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുക. ബയാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഡിറ്റർമൈൻസ് ഹൗ ഫാർ ദ ഹൈപ്പർ പ്ലെയിൻ ഈസ് ഫ്രം ദ ഒറിജിൻ. ഇവിടുന്ന് ഹൈപ്പർ പ്ലെയിൻ, നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കുന്ന പോയിന്റാണ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം വെയിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഫീച്ചർ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാ സെറ്റിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ബയാസും നമുക്ക് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഹൈപ്പർ പ്ലെയിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ മാർജിൻ നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ മാർജിൻ നമ്മൾക്ക് മാക്സിമം ചെയ്യണം. അഥവാ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സപ്പോർട്ട് വെക്ടർ ഈ പോയിന്റുമായിട്ട് നമ്മുടെ ഹൈപ്പർ പ്ലെയിൻ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ, ഇറ്റ്സ് നോട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് മാക്സിമം ലെങ്ത്തിലായിരിക്കണം. അപ്പോൾ ആ മാക്സിമം ലെങ്ത്തിലാവുന്നതിൻ്റെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മാർജിൻ ഈസ് ഗ്രേറ്റർ ദാൻ 2 divided by magnitude of the weight vector എന്നാണ്. So the margin is the distance between the hyperplane and the nearest data point of the each class. ആ മാർജിൻ ഡിഫൈൻ ചെയ്യുന്നത് 2 divided by the magnitude of the weight vector. അപ്പോൾ നമുക്ക് നോക്കി നോക്കൂ, ദ ഗോൾ ഓഫ് ദ SVM is to maximize the margin. ഇപ്പോൾ 2 divided by ഒരു ഡിനോമിനേറ്റർ ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പം നമ്മൾക്ക് ഇത് വലുതാക്കണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ഒരു മാഗ്നിറ്റ്യൂഡ് ചെറുതാക്കിയാൽ മതി അല്ലേ. വിച്ച് എൻഷുവേഴ്സ് ദ ഹൈപ്പർ പ്ലെയിൻ ഈസ് ആസ് ഫാർ ആസ് എവേ ആസ് പോസിബിൾ ഫ്രം ദ ക്ലോസസ്റ്റ് ഡാറ്റ പോയിന്റ്. അഥവാ നമ്മുടെ ഡാറ്റാ പോയിന്റുമായിട്ട്, ഇവിടെ കിടക്കുന്ന ഡാറ്റാ പോയിന്റായിട്ട് ഏറ്റവും ഡിസ്റ്റൻസിലായിരിക്കണം ഹൈപ്പർ പ്ലെയിൻ. അത് രണ്ട് ഭാഗത്തു നിന്ന് നോക്കും. അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ഒരു മാർജിൻ നമുക്ക് സെറ്റ് ചെയ്യണം. ഈ 2 divided by മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞുതരാം. നമ്മൾക്ക് ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അഥവാ നമ്മൾ ആ മാർജിൻ ഈക്വൽ ടു 2 divided by വെയിറ്റ് വെക്ടർ എന്നതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾക്കിപ്പോൾ ഇത് മാക്സിമം ഡിസ്റ്റൻസ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ ഈ രണ്ട് ലൈനിലും, അഥവാ നമ്മുടെ മൈനസ് ക്ലാസ് നെഗറ്റീവ് ക്ലാസ്സിനെയും പോസിറ്റീവ് ക്ലാസ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന കിടക്കുന്ന ആ ലൈനിൽ കിടക്കുന്ന നമ്മുടെ സപ്പോർട്ട് വെക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു 2 പോയിന്റ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലെറ്റ് സി, ഇവിടെ ഞാനൊരു P എന്ന് പറഞ്ഞ പോയിന്റ് അടയാളപ്പെടുത്തുന്നു, ഇവിടെ ഞാനൊരു Q എന്ന് പറഞ്ഞ പോയിന്റ് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ P എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടറാണിത്, പിന്നെ അപ് ടു ദിസ് ഡിസ്റ്റൻസ് Q എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടറാണ്. അപ്പോൾ ഇത് OP ആണെങ്കിൽ, ഇത് ഒറിജിൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ OP വെക്ടർ ഉണ്ടായിരിക്കും, അഥവാ ഇവിടെ നിന്നിട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അതും ഉണ്ടായിരിക്കും. പിന്നെ OQ ഉണ്ടായിരിക്കും, അഥവാ ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള വെക്ടർ അല്ലേ. അപ്പം അങ്ങനെ 2 വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത് ഇപ്പം നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുക. ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ചിട്ട് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കിട്ടില്ലേ. അപ്പം അത് മാക്സിമൈസ് ചെയ്യാമെന്നാണല്ലോ നമ്മുടെ ഉദ്ദേശം അല്ലേ. അപ്പം നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യൂയുടെ പോയിന്റ് കിടക്കുന്ന ഇക്വേഷൻ ഏതാണ്? W ഡോട്ട് വെയിറ്റ് വെക്ടർ ഡോട്ട് എക്സ് വെക്ടർ പ്ലസ് B ഈക്വൽ ടു 1 അല്ലേ. Q കിടക്കുന്നത് ഇത് ഈക്വൽ ടു 1 ആണ്. അതുപോലെ P കിടക്കുന്ന ഇക്വേഷൻ എന്താണ്? WX പ്ലസ് B ഈക്വൽ ടു -1. അപ്പം നമ്മൾക്കത് ഒരു ഇക്വേഷൻ ഫോർമാറ്റിലാക്കാൻ വേണ്ടിയിട്ട് WX പ്ലസ് B, ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -1 ഈക്വൽ ടു 0 ആവും. ഇവിടെ WX പ്ലസ് B പ്ലസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളിനി ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? ഈ ഒരു ഇക്വേഷനും ഈ ഒറിജിനും തമ്മിലുള്ള ഇക്വേഷൻ, ഇതും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? PDയും Qയുടെ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ Q ഈക്വൽ ടു, അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെയിറ്റ് ഇൻറ്റു X പ്ലസ് -1 മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ
ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്യൂയുടെ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ദിസ് ഈസ് എ ഇക്വേഷൻ ഫ്രം എ വെക്റ്റർ ആൾജിബ്ര. ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ എവിടെയാണോ നമ്മൾ പോയിന്റ് കിടക്കുന്നത് അതിൻ്റെ ആ ലൈനിൻ്റെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ അതിൻ്റെ വെയ്റ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെയ്റ്റ് വെക്റ്റർ ആണ് നമുക്കറിയാത്തത്. നമ്മുടെ എക്സ് പോയിന്റ്സ് നമുക്കറിയാം അല്ലേ. നമ്മുടെ എക്സ് ഇപ്പോൾ നമ്മൾ ഇതിനെ ഏതിൻ്റെ പോയിന്റുമായിട്ടാണ് നമ്മൾ ഇൻ ഡിസ്റ്റൻസ് അളക്കാൻ പോകുന്നത്? നമ്മുടെ ഒറിജിനുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ എക്സ് വെക്റ്റർ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനെ ആയിരിക്കും. അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 2 പോയിന്റുള്ള ഒരു വെക്റ്റർ ഇൻറ്റു നമ്മുടെ വെയ്റ്റ് വെക്റ്റർ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് വെക്റ്റർ ഇപ്പോൾ ഇങ്ങനെ 0 ആണ്, പ്ലസ് b minus 1 divided by magnitude of the weight vector. അപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ഇതിനെ ഇൻറ്റു ചെയ്ത് 0 ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്യുമ്പം ഈ ടോട്ടൽ ഫുൾ ക്വാണ്ടിറ്റി ഫുൾ പോർഷൻ 0 ആയി മാറും. പിന്നെ നമുക്ക് b minus 1 മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ ആയിരിക്കും നമ്മുടെ ക്യൂടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യൂ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്യൂയുടെ പോയിന്റ് ലൈ ചെയ്യുന്ന ഇക്വേഷൻ അതിന് കണ്ടുപിടിച്ചിട്ട് അത് നമുക്കറിയാം. സോ അതുവഴി നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ, അതാണ് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫ്രം വെക്റ്റർ ആൾജിബ്ര. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ എക്സ് ഫ്രം വേർ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം 0. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുന്നു. അത് വെച്ച് നമ്മൾ അതിന് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തു. അപ്പം b minus 1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ ക്യൂടെ നമുക്കിപ്പോൾ കിട്ടി b minus 1 മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. ഇനി നമ്മൾ പിയുടെ കിട്ടുമ്പോൾ നമ്മൾ പിയുടെ ഇക്വേഷൻ എന്താണ്? ഡബ്ല്യു എക്സ് പ്ലസ് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ദ വെയ്റ്റ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെയും എക്സിൻ്റെ വാല്യൂ 0 തന്നെയല്ല. നമ്മൾ ഫ്രം ദ ഒറിജിൻ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പോർഷൻ ഇല്ലാണ്ടായി മാറും. സോ b plus 1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. അപ്പോൾ p എന്തായിരിക്കും? b plus 1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. q b minus 1 ആണ്, b plus 1 ആണ്. ഇനി നമ്മൾക്ക് നമ്മുടെ q കിടക്കുന്നത് ഇവിടെയാണ്, p കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? q മൈനസ് p കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ q മൈനസ് p കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ q എന്തായിരുന്നു? b minus 1 മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ മൈനസ് b plus 1 മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പം b minus 1 മൈനസ് b ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ മൈനസ് 1. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ്. സോ ഇത് സെയിം ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് ബിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം മൈനസ് വൺ ദാറ്റ് ഇസ് -2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡബ്ല്യു. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? 2 കിട്ടും അല്ലേ. അഥവാ നമ്മുടെ മാർജിൻ ഡിസ്റ്റൻസ് നമുക്ക് മാർജിൻ ഈ ലെവലിലേക്ക് എത്തിയത് ഇങ്ങനെയാണ്. 2 ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. അപ്പോൾ ഇത് മാർജിൻ മാക്സിമം ആക്കുക എന്നതാണ്. ഇതിൻ്റെ വാല്യൂ കൂട്ടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതിൽ ഇതിൻ്റെ വാല്യൂ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സാധനത്തിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയ്ക്കണമല്ലോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ 2/5 നമ്മൾ ഇവിടെ ന്യൂമറേറ്ററിനേക്കാളും വളരെ ചെറിയ വാല്യൂ ഡിനോമിനേറ്റർ വരുമ്പോഴാണല്ലോ നമുക്ക് ടോട്ടൽ വാല്യൂ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കിപ്പോൾ മാർജിൻ മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് വളരെ ചെറിയ വാല്യൂ ആക്കണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉദ്ദേശം അപ്പോൾ എന്താണ്? വി വാണ്ട് ടു ഫൈൻഡ് ദ ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ. നമ്മുടെ മാർജിൻ 2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം എന്നതാണ് നമ്മുടെ എയിം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? മിനിമൈസ് ദസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയ്റ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെയ്റ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 0യും ഇവിടെ ഒരു പോയിന്റും ഉണ്ടെങ്കിൽ x² പ്ലസ് y² പ്ലസ് z² റൂട്ട് വരും. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി വെക്റ്റർ ആൾജിബ്രയിൽ ഇങ്ങനെ പറയുമ്പം നമ്മൾ അതിനൊരു സ്ക്വയർ ഇട്ട് കൊടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് അപ്പോൾ നമുക്ക് ഈക്വേഷൻ സെയിം ആണല്ലോ. അപ്പോൾ ഡിവൈഡഡ് ബൈ 2
ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ മിനിമൈസ് ചെയ്യുക എന്ന രീതിയിലേക്ക് ഇക്വേഷനെ മാറ്റും. ഇതിനെ മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞത് തിരിച്ചിട്ട് ഇതിനെ മിനിമൈസ് ചെയ്യാനാക്കുക. നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയർ റൂട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനെ ഒരു സ്ക്വയർ ചെയ്യാം. ഈ ലെവലിലേക്കാണ് നമ്മൾ മാക്സിമം മാർജിനിലേക്ക് എത്തുന്നത്. ഓക്കെ, ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? മാർജിന് ഈ ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. 2 ഡിവൈഡഡ് ബൈ വെയ്റ്റ് വെക്റ്റർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടു മാക്സിമൈസ്, നമ്മളിവിടെ വരെ എത്തിയിരുന്നല്ലേ. അപ്പോൾ ടു മാക്സിമൈസ് ദ മാർജിൻ SVM മിനിമൈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയ്റ്റ് വെക്റ്റർ സ്ക്വയർ. അതെന്തിനാണ്? ഈ കറക്റ്റ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ മാക്സിമൈസ്, ഹൈപ്പർപ്ലെയിൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിനെ മിനിമൈസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെയാണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പം അതിന് വേണ്ടിയിട്ട് സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ എൻഷുറിങ് കറക്റ്റ് ക്ലാസിഫിക്കേഷൻ WI വെയ്റ്റ് വെക്റ്റർ ഡോട്ട് എക്സ് വെക്റ്റർ പ്ലസ് B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 for all I. ഇവിടെ YI എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ലേബിളാണ്, അഥവാ +1 ആണോ -1 ആണോ. XI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീച്ചർ വെക്റ്ററാണ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ദ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ബിക്കംസ്, എന്താണ് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം? നമ്മുടെ എയിം എന്താണ്? ടു മിനിമൈസ് 1/2 വെയ്റ്റ് വെക്റ്റർ ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ ഒരു വെയ്റ്റ് വെക്റ്റർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ലേക്ക് നമ്മൾ എത്തിയെന്നല്ലേ. നമ്മുടെ എല്ലാ വാല്യൂസും ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പ്രോബ്ലത്തെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. നാലാമതായിട്ട് സോഫ്റ്റ് മാർജിൻ SVM ആണ്. ഇഫ് ദ ഡാറ്റ ഡസ് നോട്ട് പെർഫെക്റ്റ്ലി സെപ്പറബിൾ, ഇൻട്രൊഡ്യൂസ് സ്ലാക്ക് വേരിയബിൾ ടു അലൗ ഫോർ സം മിസ് ക്ലാസിഫിക്കേഷൻ. അഥവാ നമ്മുടെ അത് ഒരു സോഫ്റ്റ് മാർജിൻ SVM എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റാണ്. അഥവാ നമ്മളെ ഏറ്റവും അടുത്താണ്, നമുക്ക് ഹൈപ്പർപ്ലെയിൻ ആ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പം വല്ലാതെ പോകുന്നില്ല, ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പോകുന്നത് ഡ്യുവൽ ഫോർമേഷനിലേക്കാണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? WX + B = 0. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് Wയും കിട്ടണം, Bയും കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ദിസ് ഡ്യുവൽ ഫോർമേഷൻ എന്ന് പറയും. അഥവാ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു I കൺസെപ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾക്ക് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിനെ ഡ്യുവൽ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ വെയ്റ്റ് വെക്ടറിനെയും ബയാസിനെയും കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു ആൽഫ വെക്ടറും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ആ ആൽഫ വെക്ടറിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, മാക്സിമ summation of I = 1 to n alpha I minus 1/2 summation of I = 1 to n I = j = 1 to n alpha I alpha j yi yj into xi dot product xj. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ആൽഫയെ കണ്ടുപിടിക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് കാര്യമാണ്. ഈ രണ്ടിൻ്റെ ബേസിലാണ് നമ്മൾ ആൽഫ ഐയിലോട്ട് എത്തുന്നത്. അഥവാ ആൽഫ ഐൻ്റെ yi = 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആൽഫ ഐ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ രണ്ട് കാര്യം വെച്ചിട്ടാണ് നമ്മൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സിന് കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ വെയ്റ്റ് വെക്ടറിലേക്കും ബയാസിലേക്കും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഇനി അങ്ങോട്ട് നോൺ ലീനിയർ SVMലേക്ക് വരുമ്പോൾ ഇതേപോലെ കേർണൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ലീനിയർ SVMലോട്ടാണ് നമ്മുടെ ഫോക്കസ് പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഇപ്പം പറഞ്ഞതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾക്കൊരു ഡാറ്റാ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം വി വാണ്ട് ടു ഫൈൻഡ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്തുണ്ട്? വെയ്റ്റ് വെക്ടറും ബയാസും കാണേണ്ടതുണ്ട്. അപ്പം വെയ്റ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷനാണത്. ഓക്കെ, summation of I = 1 to n alpha I yi xi. അപ്പോൾ ഇവിടെ yiയും xiയും നമ്മുടെ ഡാറ്റാ സെറ്റിൽ ഉണ്ടായിരിക്കും. പക്ഷെ ആൽഫ ഐ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള ഇക്വേഷനാണ് ഈ ഒരു ലഗ്രാഞ്ചിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ ബേസിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ഡാറ്റാ സെറ്റിൽ റോളിൽ അത്രയും ആൽഫ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ആൽഫ 1, ആൽഫ 2, ആൽഫ 3, അങ്ങനെ അത്രയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും.
അത് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷനും ഈ ഒരു കണ്ടീഷനും നമ്മൾ ഫോളോ ചെയ്യുന്നു. ആൽഫ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ആൽഫ ഐ വൈ ഐ ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ്. അങ്ങനെ നമ്മൾ വെയിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ നമ്മുടെ ബയാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ വെയിറ്റ് വെക്ടറാണ് ഇവിടെ ഉള്ളത്. എക്സ് ഐ വെക്ടർ അഥവാ നമ്മുടെ എക്സ് ഫീച്ചേഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് ഡാറ്റ സെറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ +1 പോസിറ്റീവ് ക്ലാസ്സസിൽ വരുന്നതിൻ്റെ മിനിമവും നെഗറ്റീവ് ക്ലാസ്സസിൽ വരുന്ന മാക്സിമവും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബയാസും കിട്ടും. ഓക്കെ, ബയാസും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർ പ്ലെയിൻ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഒരു എക്സാമ്പിൾ വൈസ് പോകാൻ പോവാണ്. ഇനി ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ സെപ്പറബിൾ ഡാറ്റയിലേക്കാണ് വി വിൽ ഡു ഇൻ ദ ലേറ്റർ വീഡിയോ. ഓക്കെ.